അതിജീവിതയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ സുഹൃത്തും പ്രതിയായി. അടൂർ സ്വദേശി ജോബി ജോസഫാണ് രണ്ടാം പ്രതി. ഇയാളും ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പെൺകുട്ടിയുടെ മൊഴി ലഭിച്ചപ്പോൾ തന്നെ ജോബി ജോസഫിനെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. മാത്രമല്ല, ഈ കേസിൽ രണ്ടാം പ്രതി ജോബി ജോസഫാണ്. ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനും അതേപോലെ തന്നെ രാഹുലിന്റെ അടുത്ത സുഹൃത്തുമാണ്. അടൂർ സ്വദേശിയാണ്. ഇയാളാണ് ഈ പെൺകുട്ടിക്ക് ഗുളിക എത്തിച്ച് നൽകിയെന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോബി ജോസഫിനെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത്. ഇയാൾക്കായി ഇന്നലെ രാത്രി മുതൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ പെൺകുട്ടി ഔദ്യോഗികമായി പരാതി നൽകിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായി ഒളിവിൽ പോയി എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇയാൾ അടൂർ പരിസരത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇയാൾ ഒളിവിൽ പോയി എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മാത്രമല്ല, ഇയാളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ കേസിന്റെ രാഹുലിനെതിരെ പോലീസ് എടുത്ത കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ വകുപ്പുകൾക്ക് പുറമെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അത് അന്വേഷണ സംഘം ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ ഇതിനുവേണ്ടി അപേക്ഷ രാവിലെ 10 മണിക്ക് ശേഷം നൽകും എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ പ്രതിപട്ടിക സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് നൽകുന്ന വിവരത്തിനപ്പുറത്തേക്ക് പെൺകുട്ടി പറഞ്ഞ മറ്റു ചില പേരുകൾ കൂടി പോലീസ് പരിശോധിക്കുന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ രാഹുലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് പരിസരത്ത് വെച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, കോയമ്പത്തൂർ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതായി വിവരമുണ്ട് പോലീസിന്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസിന്റെ തുടരുകയാണ്.